സ്ത്രീകൾക്കെതിരെ എന്തു വൃത്തികേടും പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിക്കുന്നവരിൽ പ്രധാനിയാണ് ക്രൈം നന്ദകുമാർ. മുൻപ് ക്രൈം വാരികയിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തിയതുപോലെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയും നന്ദകുമാർ നിരവധി പേരെയാണ് ആക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടി ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ശ്വേതാ മേനോൻ നൽകിയ പരാതിയിൽ ക്രൈം നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമാണ് എറണാകുളം നോർത്ത് പോലീസ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സ്വന്തം യൂട്യൂബ് ചാനലിൽ ക്രൈം നന്ദകുമാർ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. തന്നെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങളുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ശ്വേതാ മേനോൻ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകിയത്. ശ്വേതാ മേനോന്റെ പരാതിയിൽ IT ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ പരാതിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ നിർദ്ദേശം തള്ളിയ ക്രൈം നന്ദകുമാർ വീഡിയോ നീക്കം ചെയ്യാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ വീണ്ടും ശ്രമം നടത്തി. ഇതോടെയാണ് പോലീസ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ ഇതിനു മുൻപും നന്ദകുമാറിനെതിരെ കേസെടുത്തിരുന്നു. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് മുൻപ് കേസെടുത്തത്. വീണ ജോർജിനെതിരെ വ്യാജ ലൈംഗിക വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു കേസ്. നന്ദകുമാറിന്റെ മുൻ ജീവനക്കാരി തന്നെയായിരുന്നു ഇതിൽ പരാതിക്കാരി. വീണ ജോർജിന്റെ രൂപസാദൃശ്യമുള്ള തന്നോട് വ്യാജ വീഡിയോ നിർമ്മിക്കുന്നതിന് നിർബന്ധിച്ചെന്നും നിഷേധിച്ചപ്പോൾ മാനസികമായി പീഡിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവതി അന്ന് പരാതി നൽകിയത്. അതിനുശേഷം തന്നെ അപകീർത്തിപ്പെടുത്താനും താൻ ബ്രൗൺ ഷുഗർ വിൽപ്പനക്കാരിയാണെന്നതടക്കം പറഞ്ഞ് പ്രചരണം നടത്തിയെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ കേസിൽ ദളിത് വിഭാഗത്തിനെതിരെയുള്ള കുറ്റകൃത്യത്തിനും ക്രൈം നന്ദകുമാറിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.